പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക എരിശ്ശേരിയാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ കാലമാണല്ലോ. ചക്ക എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. എരിശ്ശേരി തയ്യാറാക്കുന്നത് നല്ല മൂത്ത ചക്ക ഉപയോഗിച്ചിട്ടാണ്. നല്ല മൂത്ത ചക്ക തന്നെ വേണം എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. ഒരു മീഡിയം സൈസുള്ള ചക്കയുടെ 1/4 ഭാഗം എടുത്ത് ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുഴുവൻ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചക്ക എരിശ്ശേരിക്ക് അധികം എരിവൊന്നുമില്ല, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചക്ക നന്നായി വെന്ത് കിട്ടണം. 2 വിസിലിൽ വെന്തില്ലെങ്കിൽ കുറച്ചുകൂടെ സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചക്ക വേവുന്ന നേരം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ നിറയെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. കുക്കറിന്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ചക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവിയോ ചട്ടകോ ഉപയോഗിച്ചിട്ട് ഈ ചക്ക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചക്ക നന്നായി കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയും ജീരകവും കൂടിയുള്ള അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതൊന്നും വല്ലാതെ തിളച്ചു പോണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. കുറച്ച് വെള്ളത്തിന്റെ കുറവ് കൂടിയുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ചക്ക എരിശ്ശേരി വേണ്ടത്. വല്ലാതെ കട്ടയുമല്ല, അധികം ചാറുമില്ല. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിയിലേക്ക് വറുത്തിടുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. തേങ്ങ മൂത്ത് വരുമ്പോഴേക്കും കടുക് പൊട്ടിക്കോളും. കടുക് ആദ്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 ഉണക്കമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ.